ഹലോ ഫ്രണ്ട്സ്, ഷിജോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന കാര്യം, നമ്മൾ മോൾട്ടയിൽ വന്നതിന് ശേഷം നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് വിസ എങ്ങനെ ലഭിക്കും. അതായത് നമ്മുടെ ഹസ്ബൻഡ്, വൈഫ് അല്ലെങ്കിൽ നമ്മുടെ ചിൽഡ്രൻസിനെ മോൾട്ടയിലേക്ക് നമ്മൾ എങ്ങനെ ഇൻവൈറ്റ് ചെയ്യും എന്നുള്ള കാര്യമാണ്. അതിന് മോൾട്ടയിൽ പറയുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഫാമിലി റീയൂണിഫിക്കേഷൻ അല്ലെങ്കിൽ ഫാമിലി പോളിസി. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വീഡിയോയിൽ അതിനു വേണ്ടിയ പേപ്പേഴ്സ് എന്തൊക്കെയാണ്, അതിനു വേണ്ടിയ പ്രിപ്പറേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയും. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഫസ്റ്റ് ഓഫ് ഓൾ ഫാമിലി റീയൂണിഫിക്കേഷൻ പ്രോസസ്സ് നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാം. അതായത് ആസ് പെർ ഐഡൻറ്റിറ്റ ലോ പറയുന്നത് ഒരാൾക്ക് 18,942 യൂറോ പെർ ഇയർ ഗ്രോസ് സാലറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫാമിലി പോളിസി എലിജിബിലിറ്റി ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മൾക്ക് ഒരു 1,600 to 1,800 പെർ മന്ത് നമുക്ക് സാലറി ഉണ്ടെന്നുണ്ടെങ്കിൽ പെർ ഇയർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവർ പറയുന്ന എലിജിബിലിറ്റി ആയ 18,942 യൂറോസ് ഗ്രോസ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് നമ്മുടെ ക്രൈറ്റീരിയ. നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് മോൾട്ടീസ് ഒരു ലോക്കൽ അക്കൗണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു 3 months ബാക്ക് തന്നെ, അല്ലെങ്കിൽ ഒരു 6 months ബാക്ക് നമ്മൾ, ബിക്കോസ് നമ്മൾ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ VFSൽ സബ്മിറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ 6 month ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഒരു റിക്വയർമെൻ്റ് ആണ്, മാൻഡേറ്ററി റിക്വയർമെൻ്റ് ആണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, നമ്മൾ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തോടു കൂടി ഒരാൾക്ക് 20% നമ്മുടെ സാലറിയുടെ ബേസ്ഡുള്ള ഒരു എമൗണ്ട് നമ്മുടെ ലോക്കൽ അക്കൗണ്ടിൽ കീപ്പ് ചെയ്യണമെന്നാണ്. അതായത് നമ്മൾ ഒരു കുട്ടീനെയാണ് അല്ലെങ്കിൽ നമ്മൾ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫിനെയാണ് കൊണ്ടുവരാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അറൗണ്ട് ഒരു 3,000 to 4,000 യൂറോ നമ്മുടെ ആ ലോക്കൽ അക്കൗണ്ടിൽ നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നാണോ നമ്മൾ ഈ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൻ്റെ 2 months ബാക്ക് നമ്മൾ ഈ എമൗണ്ട് ഇടണം. ടിൽ നമ്മുടെ വിസ അപ്രൂവ് ആവുന്ന ദിവസം വരെ നമ്മളത് കീപ്പ് ചെയ്യണം. ഫാമിലി റീയൂണിഫിക്കേഷൻ പ്രോസസ്സ് അല്ലെങ്കിൽ ഫാമിലി പോളിസി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ മോൾട്ടീസ് ഗവൺമെൻറ്റിന് ഒരു പേഴ്സണൽ മെയിൽ നമ്മൾ സെൻഡ് ചെയ്യണം. ആ മെയിൽ ID ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ പറയാം. noneu.identita@gov.mt. റിപ്പീറ്റ് ചെയ്യാം. noneu.identita IDENTITA@gov.mt. അപ്പോൾ നമ്മൾ ഇതിലോട്ട് നമ്മുടെ പ്രൈവറ്റ് ഇമെയിലിൽ നിന്ന് നമ്മൾ ഒരു മെയിൽ അയക്കണം. ആ മെയിലിനകത്ത് നമ്മൾ നമ്മുടെ മോൾട്ടീസ് ID നമ്പർ, റെസിഡൻസ് നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ പാസ്പോർട്ട് നമ്പർ, നമ്മുടെ ഫുൾ നെയിം, ഇയർലി ഇൻകം ഉണ്ട്, എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മൾ അവർക്കൊരു മെയിൽ അയക്കണം. ഇതുപോലെ തന്നെ എലിജിബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അവരെന്ത് ചെയ്യും, നമുക്കൊരു 2 to 3 days നമുക്കൊരു റെസ്പോൺസ് അവർ തരുന്നതായിരിക്കും. ആ റെസ്പോൺസിനകത്ത് 2 സെക്ഷനായിട്ടായിരിക്കും അവർ തരുന്നത്. ഒന്ന് ഫാമിലി റീയൂണിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ ഫാമിലി പോളിസി റിക്വയർമെൻറ്റ്സ് ഐഡൻറ്റിറ്റ റെസ്പോൺസ് ആയിട്ട് ഒരു മെയിൽ അയച്ചു തരും. ഈ മെയിലിനകത്ത് അവരൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഒരു ലിങ്ക് തന്നിരിക്കും. അത് ഓൾമോസ്റ്റ് ഇങ്ങനെ ആയിരിക്കും, expatriatesidentita.gov.mt. അതായത് ഇപ്പോൾ പ്രസൻ്റ്ലി ജൂലൈ 2025 ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് അവർ കൊടുത്തേക്കുന്ന ഈ ഒരു ടൈമിൽ കൊടുത്തേക്കുന്ന ഒരു ഇമെയിൽ ID ഇതാണ്, ലൈക്ക് ഒരു പോർട്ടൽ ഇതാണ്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓൺലൈൻ ആപ്ലിക്കേഷൻ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ EID അക്കൗണ്ട് ആക്ടിവേറ്റ് ആയതിനു ശേഷം ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ നമുക്ക് വീണ്ടും അതിൻ്റെ ചെക്കിങ്ങും റിവ്യൂ എല്ലാം ചെക്ക് ചെയ്യാൻ വളരെ എളുപ്പമായിരിക്കും. ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ എലിജിബിലിറ്റി അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, ഫാമിലി റീയൂണിഫിക്കേഷൻ റിക്വയർമെൻറ്റ്സ് അല്ലെങ്കിൽ നമ്മൾ ഫാമിലി മെമ്പേഴ്സ് പോളിസി റിക്വയർമെൻറ്റ്സ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കണം. അപ്പോൾ ഇവിടെ അത് തമ്മിലുള്ള വലിയ ഡിഫറൻസസ് ഒന്നുമില്ല, ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. ബട്ട് നമ്മൾ കൂടുതൽ നാൾ മോൾട്ടയിൽ വന്നതിന് ശേഷം ഉള്ള ഒരു പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ ഫാമിലി റീയൂണിഫിക്കേഷൻ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സെക്കൻഡ് ഓപ്ഷനായ ഫാമിലി മെമ്പേഴ്സ് പോളിസി റിക്വയർമെൻറ്റ്സ് നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഞാൻ ഫാമിലി മെമ്പേഴ്സ് പോളിസി റിക്വയർമെൻറ്റ്സ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്,
ആദ്യം പറഞ്ഞതുപോലെ തന്നെ രണ്ടിലും വലിയ ഡിഫറൻസസ് ഒന്നുമില്ല, ഫോമിൽ വരുന്ന ഡിഫറൻസസ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഫാമിലി റീയൂണിഫിക്കേഷൻ്റെ അണ്ടറിലാണ് എലിജിബിൾ എന്നുണ്ടെങ്കിൽ നമുക്ക് തരുന്ന ഒരു ഫോം G1 ആയിരിക്കും. അത് നമുക്ക് ഓൾറെഡി ഈ ഐഡൻറ്റിറ്റ നമുക്ക് റിപ്ലൈ തരുന്ന മെയിലിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. അതേസമയം നമ്മൾ ഫാമിലി മെമ്പേഴ്സ് പോളിസി റിക്വയർമെൻറ്റ്സിൻ്റെ അണ്ടറിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോം G5 ആയിരിക്കും അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം ഈ ഒരു ഫോം നമ്മൾ പ്രോപ്പറായിട്ട് ഫിൽ ചെയ്യണം. ലൈക്ക് നെക്സ്റ്റ്, ഫുൾ കോപ്പി ഓഫ് പാസ്പോർട്ട് ഓഫ് ദ ആപ്ലിക്കൻറ്റ്. ആപ്ലിക്കൻ്റ് എന്ന് പറയുമ്പോൾ ആരാണ് അപ്ലൈ ചെയ്യുന്നത്, അതായത് നമ്മൾ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾ, അവരാണ് ആപ്ലിക്കൻ്റ്. അവരുടെ ഫുൾ പാസ്പോർട്ട് കോപ്പി, അതായത് ഫുൾ സ്കാൻഡ് കോപ്പി ഫസ്റ്റ് പേജ് ടു ലാസ്റ്റ് പേജ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് റിക്വയർമെൻറ്റ് ലീസ് എഗ്രിമെൻറ്റ് അല്ലെങ്കിൽ പർച്ചേസിങ് എഗ്രിമെൻറ്റ്, അതായത് നമുക്ക് മോൾട്ടയിലുള്ള നമ്മുടെ റെൻ്റൽ എഗ്രിമെൻറ്റാണ് ഈ ഡോക്യുമെൻറ്റ്. നമ്മൾ നാട്ടിൽ നിന്ന് ആരെയാണോ മോൾട്ടയ്ക്ക് ഇൻവൈറ്റ് ചെയ്യുന്ന ആ ആളുടെ പേര് ഓൾറെഡി നമ്മുടെ ഈ ലീസ് എഗ്രിമെൻറ്റിൽ ആഡ് ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ആ ലീസ് എഗ്രിമെൻറ്റ് നമ്മൾ ഹൗസിംഗ് അതോറിറ്റിയിൽ രജിസ്റ്റേർഡുമായിരിക്കണം. ഇത് വളരെ മാൻഡേറ്ററി ഡോക്യുമെൻ്റാണ്. അപ്പോൾ നെക്സ്റ്റ് വേണ്ടത് ലീസ് എഗ്രിമെൻറ്റ് അറ്റസ്റ്റേഷൻ ഫോം. അത് 2024 ലാസ്റ്റ് തൊട്ട് മോൾട്ടയിൽ തുടങ്ങിയൊരു പുതിയ പ്രോസസ്സാണ്. നമ്മൾ ലീസ് എഗ്രിമെൻറ്റ് അറ്റസ്റ്റേഷൻ ഫോം എന്നൊരു ഫോമുണ്ട്. നമ്മൾ പ്രിൻറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോപ്പർ ഫില്ല് ചെയ്ത് നമ്മളൊരു നോട്ടറി അടുത്ത് പോയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അത് നോട്ടറൈസ് ചെയ്യണം. അടുത്തൊരു കാര്യം നമ്മൾ ചെയ്യേണ്ടത് കോപ്പി ഓഫ് സ്പോൺസേഴ്സ് ID. അതായത് ഇപ്പോൾ നമ്മളാണല്ലോ ഇവിടുത്തെ സ്പോൺസർ. ഇപ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നമ്മുടെ മോൾട്ടീസ് റെസിഡൻസ് കാർഡിൻ്റെ. നെക്സ്റ്റ് വന്നിട്ട് റീസെൻറ്റ് FS3 ഓഫ് ഈച്ച് സ്പോൺസർ. അതായത് നമ്മളിപ്പോൾ ഒരാളാണ് സ്പോൺസറായിട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ FS3 ലാസ്റ്റ് 2 ഇയറിൻ്റെയോ നമുക്ക് 3 ഇയറിൻ്റെയോ ഉണ്ടെങ്കിൽ ലാസ്റ്റ് 1 ഇയറിൻ്റെയോ ഉണ്ടെങ്കിൽ നമ്മൾ FS3 ഓൾറെഡി നമുക്കുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ എംപ്ലോയറോട് നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾക്ക് നമ്മുടെ ഒരു കുട്ടിക്ക് വേണ്ടി നമ്മൾ ഹസ്ബൻഡും വൈഫും കൂടെ ആണ് നമ്മൾ സ്പോൺസേഴ്സ് എങ്കിൽ ആർക്കാണോ കൂടുതൽ ഇൻകം ഉള്ളത് ആ ആൾ ഫസ്റ്റ് സ്പോൺസറും സെക്കൻഡ് സാലറി ഉള്ള ആൾ സെക്കൻഡ് സ്പോൺസറുമായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തത് ആർക്കിടെക്റ്റ് അറ്റസ്റ്റേഷൻ. അതായത് നമ്മൾ ഓൾറെഡി ഒരു ഹൗസിൽ താമസിക്കുന്നുണ്ടല്ലോ, അവിടെ ആ ഫ്ലാറ്റ് അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ റൂംസ്, അതായത് 2 ബെഡ്റൂം ആണെങ്കിൽ 2 ബെഡ്റൂംസ് സോ ആൻഡ് സോ സ്പേഷ്യസ് ആണെന്നുള്ള ഒരു അറ്റസ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് പ്രൊഫഷണൽ ആർക്കിടെക്ചറിൻ്റെ കയ്യിൽ നിന്നും നമ്മൾ വാങ്ങേണ്ട ഒരു ആവശ്യമുണ്ട്. അത് നമ്മൾ മോൾട്ടയിൽ ആർക്കിടെക്ചേഴ്സ് എല്ലാം അവൈലബിൾ ആണ്. ആളുടെ കയ്യിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു റിക്വയർമെൻ്റ് ആണ്. 6 റീസെൻറ്റ് പേ സ്ലിപ്സ് ഓഫ് ഈച്ച് സ്പോൺസർ. അപ്പോൾ നമ്മൾ 2 പേരുമാണ് സ്പോൺസേഴ്സ് എങ്കിൽ ലാസ്റ്റ് 6 മന്തിൻ്റെ പേ സ്ലിപ്സ് നമ്മൾ അറ്റാച്ച് ചെയ്യണം. നെക്സ്റ്റ് വന്നിട്ട് ബർത്ത് സർട്ടിഫിക്കറ്റ് ആൻഡ് മാരേജ് സർട്ടിഫിക്കറ്റ്. നമ്മുടെ കുട്ടികളുടെ ആണെങ്കിലും ആരാണ് അപ്ലൈ ചെയ്യുന്നത് അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. മാരേജ് സർട്ടിഫിക്കറ്റ് നമ്മൾ സ്പോൺസർ ചെയ്യുന്നവരുടെ ആയിരിക്കണം. അതിൽ ഇമ്പോർട്ടൻ്റ് കാര്യം പറയേണ്ടത് ഈ 2 സർട്ടിഫിക്കറ്റ്സും ഓൾറെഡി അപ്പോസ്റ്റൽ ചെയ്തതായിരിക്കണം. വാലിഡ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി അവർ ചോദിക്കുന്നുണ്ട്. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നമ്മുടെ എന്നാണോ നമ്മൾ ഈ ആപ്ലിക്കേഷൻസ് എല്ലാം നമ്മുടെ ഐഡൻറ്റിറ്റിക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്നത് അതിനൊരു 3 വീക്സ് മുന്നേ അല്ലെങ്കിൽ 1 മന്ത് ബാക്ക് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്താൽ മതിയായിരിക്കും. തേർഡ് നാഷണൽ ആയതുകൊണ്ട് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഒരു 180 to 200 ആണ് ഇപ്പോൾ ഒരു. നെക്സ്റ്റ് വന്നിട്ട് സ്പോൺസർ ലെറ്റർ. സ്പോൺസർ ലെറ്റർ ഫ്രം സ്പോൺസർ കൺഫേമിങ് ഹി ഓർ ഷീ വിൽ ബി സ്പോൺസർ ദ ആപ്ലിക്കൻറ്റ്. ഒരു സ്പോൺസർ ലെറ്റർ നമ്മൾ ഒരു വൈറ്റ് പേപ്പർ നമ്മൾ പ്രിൻറ്റ് ചെയ്യുക. നമ്മളാണ് സ്പോൺസർ ചെയ്യുന്നത്, നമുക്ക് നമ്മുടെ പേര് ഇതാണ്, സോ ആൻഡ് സോ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഇന്ന ആളിനെ സ്പോൺസർ ചെയ്യാൻ പോവുകയാണ്, നമ്മൾ ഇന്ന സ്ഥലത്ത് താമസിക്കുന്നു, നമുക്ക് ഓൾറെഡി ഹൗസ് ഇപ്പോൾ 2 ബെഡ്റൂം ഉണ്ട്, 3 ബെഡ് ചെയ്യുന്നു, നമ്മുടെ ആപ്ലിക്കൻ്റ് അതായത് നമ്മൾ സ്പോൺസർ ചെയ്യാൻ പോകുന്ന ആളും ആളുടെ പേരും ഇതിനകത്ത് ഓൾറെഡി ഉണ്ട്. ഈ ലെറ്ററും ഈ നോട്ടറി അറ്റസ്റ്റേഷൻ ഫോമിൻ്റെ ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ലെറ്ററും അവരെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. എവിഡൻസ് ഫോർ സോഴ്സ് ഓഫ് ഇൻകം അക്കോർഡിംഗ് ടു ദ ഫാമിലി പോളിസി സ്റ്റേബിൾ റിസോഴ്സസ്. ഇതിന് സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ ബാങ്ക് ഡെപ്പോസിറ്റ് ഫോർ ഡിപ്പെൻഡൻറ്റ്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നല്ലോ 3,000 to 4,000 euro നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ള കാര്യം നമ്മുടെ ലോക്കൽ അക്കൗണ്ടിൽ.
അതുപോലെ നമ്മുടെ FS3, സാലറി പേ സ്ലിപ്സ്, എംപ്ലോയ്മെൻറ്റ് ഹിസ്റ്ററി ഫ്രം ജോബ് പ്ലസ്, എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ്. നമ്മുടെ എത്രത്തോളം നമ്മുടെ എക്കണോമിക് ലെവൽ ഇവിടെ എത്ര സ്ട്രോങ് ആണെന്നുള്ളത് അവർക്ക് അറിയണം. അതിനുവേണ്ടിയാണ് അവർ ഈ സോഴ്സ് ഓഫ് ഇൻകം ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ഹെൽത്ത് സ്ക്രീനിങ് ആണ് ചോദിക്കുന്നത്. ഹെൽത്ത് സ്ക്രീനിങ് എന്ന് പറയുമ്പോൾ അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഹെൽത്ത് സ്ക്രീനിങ്. നിങ്ങൾക്കറിയാം ഹെൽത്ത് സ്ക്രീനിങ് എന്താണെന്നുള്ളത്. വാക്സിനേഷൻ റെക്കോർഡ്സ് എല്ലാം നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം. അതിവിടെ വന്നതിന് ശേഷമുള്ള കാര്യങ്ങളാണ്. നമ്മൾ നമ്മുടെ എല്ലാ റിക്വയർമെൻറ്റ്സും അവർ പറഞ്ഞ പോലെ തന്നെ ഫുൾഫിൽ ചെയ്ത് നമ്മളെല്ലാം സബ്മിഷൻ ചെയ്തതിന് ശേഷം ഒരു 30 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ഒന്നെങ്കിൽ ഒരു റിവ്യൂ അല്ലെങ്കിൽ ഒരു ഡെഫിഷ്യൻസി അല്ലെങ്കിൽ ഒരു കറക്ഷൻ ആപ്ലിക്കേഷൻ്റെ മെയിൽ അവർ നമുക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ EID അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ഇത് റെസ്യൂം ചെയ്ത് നമുക്ക് കറക്ഷൻ അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റ്സ് വീണ്ടും അപ്ലോഡ് ചെയ്യാനും അതിനുശേഷം ഒരു ടോട്ടൽ പ്രോസസ്സ് നമുക്കൊരു 2 months നിങ്ങൾ കണക്കിലെടുക്കുക. ഈ കറക്ഷനും എല്ലാം പ്രോപ്പർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നെക്സ്റ്റ് തേർഡ് പാർട്ടിക്ക് പോകും. തേർഡ് പാർട്ടിക്ക് പോയതിന് ശേഷമാണ് ഡിസിഷൻ ലെറ്റർ നമുക്ക് ലഭിക്കും. ഈ ഡിസിഷൻ ലെറ്റർ നമുക്ക് കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനർത്ഥം ഐഡൻറ്റിറ്റ നമുക്ക് ആ നമ്പറിനെ മോൾട്ടേക്ക് കൊണ്ടുവരാൻ വേണ്ടി അപ്രൂവ് ചെയ്തു എന്ന് തന്നെയാണ് അർത്ഥം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? VFSൽ ഡേറ്റ് എടുക്കാൻ നമ്മൾ ശ്രമിക്കണം. ആപ്ലിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞത്. ഇത് വളരെ ലെങ്തി വീഡിയോ ആണ്. നെക്സ്റ്റ് സൂൺ ആസ് പോസിബിൾ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഡിസിഷൻ ലെറ്റർ എല്ലാം വന്നതിന് ശേഷം നമുക്ക് ഫാമിലി മെമ്പറിന് VFSൽ പോയിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഷിജോ വ്ളോഗ്സ്. ബൈ ബൈ.